ആം ആദ്മി പാർട്ടിയും 2020യും ഒന്നിച്ച് തൃക്കാക്കരയിൽ പുതുചരിത്രം എഴുതട്ടെ. കേരള രാഷ്ട്രീയത്തിൽ മാറ്റത്തിന്റെ പുതിയ മുഖം രൂപപ്പെടുന്നതിന്റെ ആദ്യ സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറെക്കാലമായി ഇടത് വലത് മുന്നണികളുടെ ഭരണം കണ്ടുമടുത്ത കേരള ജനത വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലൂടെ പൂവണിയാൻ പോകുന്നത്. തൃക്കാക്കരയിൽ 2020യും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് മത്സരിക്കുന്നു. ഇത് സംബന്ധിച്ച് കെജ്രിവാളുമായി സംസാരിച്ചെന്നും ഒരു പൊതുസമ്മതനെ ആകും തൃക്കാക്കരയിൽ കളത്തിലിറക്കുകയെന്നും 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് പറഞ്ഞിരിക്കുന്നു. ഇവിടെ അഴിമതി നടത്തിയതിനു ശേഷം അഡ്ജസ്റ്റ്മെന്റ് നീക്കുപോക്കിൽ മുന്നോട്ടു പോകുന്ന മുന്നണികളുടെ രാഷ്ട്രീയ നിലപാടുകളിൽ പൊറുതിമുട്ടിയ ജനതയ്ക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന പ്രഖ്യാപനമാണ് സാബു എം ജേക്കബിന്റെ വാക്കുകൾ. മെയ് 15 അരവിന്ദ് കെജ്രിവാൾ കിഴക്കമ്പലത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ വെച്ച് പുതിയ മുന്നണി പ്രഖ്യാപിക്കുമെന്നും 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് ആയിരിക്കും മുന്നണിയുടെ ചെയർമാൻ എന്നും പറയപ്പെടുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് മുന്നണി രൂപീകരണം. LDFനും UDFനും ഈ സഖ്യം ബദലായി ഭാവിയിൽ വളർന്നു വരുമെന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ തവണ ഇടത് വലത് NDA മുന്നണികളോട് ഏറ്റുമുട്ടി 13,000-ഓളം വോട്ട് 2020 തൃക്കാക്കരയിൽ ഒറ്റയ്ക്ക് നേടിയിരുന്നു. ഇപ്രാവശ്യം 2020യും ആം ആദ്മി പാർട്ടിയും സഖ്യത്തിൽ വരുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് നേടി വിജയിക്കുക എന്നത് തന്നെയാകും സഖ്യം ലക്ഷ്യമിടുന്നത്. അതിനിപ്പോൾ ഏറെ അനുകൂലവുമാണ് കേരളത്തിലെ നിലവിലെ സാഹചര്യങ്ങൾ. ആയതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൃക്കാക്കരയിലാണെങ്കിലും അതിന്റെ അലയൊലികൾ സംസ്ഥാനത്തുടനീളം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ ജനങ്ങളെ നാളുകൾ ഏറെയായി മണ്ടന്മാരാക്കി കൈകാര്യം ചെയ്തു വരുന്ന ഇടത് വലത് മുന്നണികൾക്ക് ഇവിടുത്തെ ജനങ്ങൾ മണ്ടന്മാരല്ലെന്ന് തെളിയിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു സുവർണ അവസരമാണ് ഒരുങ്ങുന്നത്. കേരളത്തിലെ പ്രതിപക്ഷം അങ്ങേയറ്റം ദുർബലമാണ്. അവർക്ക് ഇനിയൊരു തിരിച്ചുവരവ് അത്ര എളുപ്പമല്ല. ധാർഷ്ട്യത്തോടെ ജനങ്ങളെ അടിച്ചമർത്തി ഭരണ തേർവാഴ്ച നടത്തുന്ന ഇടത് മുന്നണിക്ക് ഒരിക്കൽ കൂടി അംഗീകാരത്തിന്റെ ഒപ്പ് നൽകുന്നത് ആത്മഹത്യക്ക് തുല്യമായിരിക്കുമെന്ന് ചിന്തിക്കുന്ന ആയിരക്കണക്കിന് പേർ കേരളത്തിലുണ്ട്. കേരയിൽ മൂലം ഇടത് അണികളിൽ പോലും പിണറായി സർക്കാരിനോട് വെറുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ 2020യും ആം ആദ്മി പാർട്ടിയും ചേർന്നുള്ള മുന്നണി വളർന്നു വരണമെന്നത് വലിയൊരു വിഭാഗം ജനങ്ങളുടെ വലിയ ആഗ്രഹമാണ്. സാധാരണക്കാരന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന ഒരു മുന്നണി കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ന് ആവശ്യമാണ്. അഴിമതിരഹിത ഭരണവും വികസന സങ്കല്പങ്ങളും ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് പോകുന്ന അരവിന്ദ് കെജ്രിവാളും സാബു എം ജേക്കബും ചേർന്ന് ഇവിടെ ഒരു മുന്നണി രൂപീകരിക്കുമ്പോൾ ആ മുന്നണിയെ സംബന്ധിച്ച് കേരളീയർക്കുള്ള പ്രതീക്ഷയും ഏറെയാണ്. കേരള രാഷ്ട്രീയത്തിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന ചവറുകളെയെല്ലാം തൂത്തുവാരിക്കളയാൻ ഈ മുന്നണിക്ക് കരുത്തുണ്ടെന്ന് കരുതുന്നവരാണ് നിഷ്പക്ഷമതികളായ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും. 2020യുടെ കിഴക്കമ്പലം മോഡലും അതിന്റെ കൂടെ ആം ആദ്മി പാർട്ടിയുടെ ജനത്തിനെ അറിഞ്ഞുള്ള പ്രവർത്തനവും മൂലം അവർ ഭാവിയിൽ കേരളത്തിൽ ഭരണത്തിലെത്തിയാൽ ഇവിടെ അക്രമ രാഷ്ട്രീയം ഇല്ലാതാകുമെന്നത് സത്യമാണ്. അങ്ങനെ കേരളം ശാന്തമാകും. ഇവിടുത്തെ ജനങ്ങൾ മനസ്സമാധാനത്തോടെ ജീവിക്കും. പാർട്ടി രൂപീകരിച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് ഡൽഹി ഭരണം പിടിച്ചെടുത്തവരാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി. 10 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ പഞ്ചാബും തങ്ങളുടെ കൈപ്പിടിയിലാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞു. ആം ആദ്മി പാർട്ടിയുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനവും അഴിമതിരഹിത ഭരണവും ദേശീയ തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നു. അതുപോലെ സാബു എം ജേക്കബിന്റെ 2020 ആദ്യം കിഴക്കമ്പലം പഞ്ചായത്ത് ഒറ്റയ്ക്ക് പിടിച്ചെടുത്തു. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ മറ്റ് 5 പഞ്ചായത്തുകൾ കൂടി 2020ക്ക് ഒറ്റയ്ക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു. ഈ ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ എറണാകുളം ജില്ലയിലെ ഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങളിലും നിർണായക സ്വാധീനമാകാനും 2020ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ആം ആദ്മി പാർട്ടിയും 2020യും ഒന്നിക്കുമ്പോൾ തൃക്കാക്കരയിൽ ഒരു അത്ഭുതം സംഭവിച്ചു കൂടുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കുന്ന അഴിമതിരഹിത സർക്കാരുകളാണ് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ 2 സംസ്ഥാനങ്ങളിൽ ഉള്ളത്. കേരളത്തിലും അതുപോലെ ഒരു ഭരണം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കാത്തവർ ഇരു മുന്നണികളിലെ പാർട്ടി അടിമകൾ മാത്രമായിരിക്കും. അത്തരമൊരു ഭരണം കേരളത്തിലും ആവർത്തിക്കുവാനുള്ള ഒരു തുടക്കമാകട്ടെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്. കേരള രാഷ്ട്രീയത്തിൽ ഒരു ശുദ്ധീകരണത്തിന്റെ നാളുകൾ വന്നു ചേർന്നിരിക്കുന്നു. ആം ആദ്മിയുടെ ചൂല് ഉപയോഗിച്ചാകട്ടെ അതിന്റെ തുടക്കം. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും 2020യും ചേർന്നുള്ള
മുന്നണിയുടെ മത്സരം 2026 സംസ്ഥാന തെരഞ്ഞെടുപ്പിനുള്ള സാമ്പിൾ വെടിക്കെട്ടായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കേരള ജനത.